17 എന്നുള്ള കണക്ക് 10,000 ഭൂരിപക്ഷം 10,817 എന്നുള്ള കണക്കിൽ ആര്യാടൻ മുഹമ്മദിന്റെ നിലമ്പൂരിന്റെ സ്വന്തം ആര്യാടൻ മുഹമ്മദിന്റെ സ്വന്തം നിലമ്പൂരിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന്റേതായിരിക്കുന്നു നിലമ്പൂർ മണ്ഡലം. UDF മണ്ഡലം തിരിച്ചു പിടിക്കുമ്പോൾ രണ്ടാം വട്ടം ഭരണം പൂർത്തിയാക്കി മൂന്നാം ഊഴത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന് അതൊരു തിരിച്ചടിയാണ്. കുറച്ചുകൂടി 11,005 എന്നുള്ള കണക്കുകൂടി വരുന്നുണ്ട്. അത് കുറച്ചുകൂടി കൃത്യമാകാനുണ്ട്. ഏതായാലും ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം പ്രഖ്യാപിച്ചു. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഷൗക്കത്തിന്റെ വിജയം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. നിലമ്പൂരിൽ 8 തവണ തന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് MLA ആയിരുന്ന മണ്ഡലത്തിൽ അതിന്റെ തിരിച്ചു പിടിച്ചിരിക്കുന്നു UDFന് വേണ്ടി. 2 ടേം 2016, 2015 2021 കൈവിട്ട ആ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PV അൻവറിന്റെ സഹായം ഇല്ലാതെ തന്നെ ഈ നേട്ടം ഉണ്ടാകുന്നു എന്നുള്ളത് UDFന് ചെറിയ കാര്യമല്ല. വലിയ തോതിൽ ആ നേട്ടം ആഘോഷിക്കുകയാണ് UDF പ്രവർത്തകർ. മണ്ഡലത്തിൽ പരാജയം ഇടതു കേന്ദ്രങ്ങളിൽ തന്നെ വലിയ അമ്പരപ്പും ആശയക്കുഴപ്പത്തിന് വിടവച്ചിട്ടുണ്ട്. ഇതെപ്പോൾ കാണാം. പ്രധാനപ്പെട്ട ഇടത് സോഷ്യൽ മീഡിയ കേന്ദ്രങ്ങളിലടക്കം ഇതൊരു വിമർശന ബുദ്ധിയിൽ തന്നെ ഉയർന്നു വരികയുന്നുണ്ട്. നന്ദിയുണ്ട് മാഷെ എന്ന് റെഡ് ആർമി എന്ന പേരുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഇതിനകം തന്നെ പോസ്റ്റർ വന്നിരിക്കുന്നു. സ്വാഭാവികമാണ്, നമുക്ക് ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്. ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ വിമർശനം നടത്തി എന്ന സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇനി തോൽവിയുടെ ഉത്തരവാദിത്തം സ്വാഭാവികമായും MV ഗോവിന്ദന് തന്നെ ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടി ഉയർന്നു വരികയാണ്. എന്തായാലും ഇടതു കേന്ദ്രങ്ങളിൽ ഈ തോൽവി ആ തരത്തിൽ കൂടി ചർച്ചയായി മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലമ്പൂർ അംഗത്തിൽ അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നു. എന്നുള്ള ഏറ്റവും നിർണായകമായ കാര്യം. വോട്ട് 11,005 എന്ന ഒരു കണക്ക് വരുന്നുണ്ട്. അത് വളരെ കൃത്യമാണോ എന്നത് കാണണം. 11,005 എന്നുള്ള കണക്ക് വരുന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് കൃത്യമായി അറിയേണ്ടി വരും. എന്നാൽ നിലമ്പൂർ അംഗത്തിൽ വലിയ വിജയം പലതരത്തിലുള്ള തിരിഞ്ഞുള്ള പ്രചാരണമൊക്കെ കണ്ടതാണ്. സാംസ്കാരിക എഴുത്തുകാർ പോലും 2 ചേരിയിലായി നിന്നുകൊണ്ട് പ്രചാരണം നടത്തിയതായിരുന്നു. ഒരു വിഭാഗം സ്വരാജിന് വേണ്ടി, മറുവിഭാഗം ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണ പരിപാടിയിൽ. അങ്ങനെ സാംസ്കാരിക കേരളം പോലും വ്യക്തമായി നിലപാടെടുത്തുകൊണ്ട് മാറിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ റിസൾട്ടാണ് ഈ തരത്തിൽ വരുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്. ഇടത് നേതാക്കളുടെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്ന് തോന്നുന്നു. സ്വരാജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് അല്പസമയത്തിനകം അതിലേക്ക് എത്താം എന്ന് കരുതുന്നുണ്ട്. സ്വരാജ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് എത്താം.